നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് കരിമ്പിനെയാണ്. മൂത്രവർദ്ധക ദ്രവ്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് കരിമ്പ്. അതുകൊണ്ട് തന്നെ മൂത്രം ഒഴുകി പോകുന്ന പ്രമേഹം മുതലായ അസുഖങ്ങളിൽ ഈ കരിമ്പ് അധികം ഉപയോഗിക്കാൻ സാധിക്കുകയുമില്ല. പൊയേസിയ കുടുംബാംഗത്തിൽ വരുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം സെക്കാരം ഒഫിഷ്യനാരം എന്നാണ്. സംസ്കൃതത്തിൽ ഇതിനെ ഇക്ഷു, ഇക്ഷുക, ഗണ്ടീരി, രസാള എന്നൊക്കെയാണ് സംസ്കൃതത്തിൽ ഇതിനെ നാമധേയം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലാണ് ഇത് കൂടുതലായി കൃഷി ചെയ്യപ്പെടാറുള്ളത്. 1 മുതൽ 4 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു ഏകവർഷ ഔഷധിയാണിത്. മഴയുള്ള സ്ഥലങ്ങളിലും ഇത് കൂടുതലായി കൃഷി ചെയ്യപ്പെടാറുണ്ട്. ഇതിൻ്റെ തണ്ടുകളിൽ മൊട്ടുകൾ കാണാറുണ്ട്. ഇല കൊഴിഞ്ഞ അടയാളവും ഇതിൽ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ധാരാളം വേരുമുകുളങ്ങൾ അതിൽ നിന്ന് വരാറുണ്ട്. 2.5 മുതൽ 5 സെൻറ്റിമീറ്റർ വരെ വ്യാസമാണ് ഇതിൻ്റെ തണ്ടിനുള്ളത്. ഇതിൻ്റെ ഇലകൾക്ക് ഏകദേശം 50 സെൻറ്റിമീറ്റർ വരെ നീളത്തിൽ വളരാറുണ്ട്. വളരെ പരുപരുത്ത ഇലകളാണ് ഇതിനുള്ളത്. പുഷ്പത്തിന് വെള്ള നിറമാണുള്ളത്. തണ്ടിൻ്റെ പുറംഭാഗം ഇളം പച്ച, കടും പച്ച, ചുവപ്പ് മുതൽ വയലറ്റ് വരെ നിറങ്ങളിൽ കാണാൻ സാധിക്കാറുണ്ട്. 10 മുതൽ 15 മാസങ്ങൾക്കിടയ്ക്ക് കരിമ്പ് വിളവെടുപ്പിന് പാകമാകാറുണ്ട്. പാകമായ കരിമ്പിൻ തണ്ട് നട്ടാണ് ഇതിൻ്റെ പ്രത്യുൽപാദനം നടത്തുന്നത്. അപൂർവമായി മാത്രമേ കരിമ്പിന് വിത്തുണ്ടാവാറുള്ളൂ. ആ വിത്തിന് ഗോളാകൃതിയും മഞ്ഞ നിറത്തിലുമാണ് ഉണ്ടാവാറുള്ളത്. കരിമ്പിൻ തണ്ടിൽ നിന്ന് ശർക്കര, പഞ്ചസാര, ശർക്കര തേൻ, ആൽക്കഹോൾ തുടങ്ങിയ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടാറുണ്ട്. ഷൂക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ് തുടങ്ങിയ പദാർത്ഥങ്ങൾ കരിമ്പിൽ അടങ്ങിയിട്ടുണ്ട്. തണ്ടാണ് ഇതിൻ്റെ ഔഷധയോഗ്യമായ ഭാഗം. ആനയുടെ മുഖ്യ ആഹാരമായ കരിമ്പ് ശീതവീര്യവും മൂത്രത്തെ ഒഴിച്ചുവിടുന്നതും അതുപോലെ മഞ്ഞപ്പിത്തത്തിനും വളരെ നല്ല ഒരു ഔഷധമായിട്ട് ആയുർവേദത്തിൽ ഉപയോഗിച്ചു വരാറുണ്ട്. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ആചാര്യൻ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. കരിമ്പിൻ ജ്യൂസ് കുടിക്കാത്ത ആൾക്കാരില്ല. പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് അല്ലെങ്കിൽ ഈ ഗ്രീഷ്മ ഋതുവിൽ ഒരു ഏറ്റവും സ്വാദിഷ്ടമായ ഹൃദ്യമായൊരു പാനീയമാണ് ഈ കരിമ്പിൻ്റെ ജ്യൂസ് എടുത്ത് അതിൽ ലേശം ഈ ഇഞ്ചി കൂടി ചേർക്കണം. അതെടുത്ത് കഴിച്ചാൽ ശരീരം തണുപ്പിക്കും, നല്ല ഓജസ് കിട്ടും, ക്ഷീണവും പെട്ടെന്ന് മാറും. പിന്നെ ഇതിന് വേറൊരു ഗുണം, ഈ കരിമ്പ് നീരെടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഈ മൂത്രളമാണ്, അതായത് മൂത്രം ധാരാളം പോവും, മൂത്രത്തിലുണ്ടാകുന്ന തടസ്സം മാറും, ചുട്ടുനീറ്റിലും മാറും. പിന്നെ ഇത് ഈ ക്ഷയരോഗത്തിലെ ഒരു ഔഷധമാണ്. ഈ കരിമ്പ് ധാരാളം ജ്യൂസ് കഴിക്കുന്നത് ഈ ക്ഷയരോഗം, അതുപോലെ ഈ ശ്വാസരോഗം അല്ലെങ്കിൽ കാസം വിട്ട് മാറാത്ത ചുമ, അതായത് ഡ്രൈ കഫ് എന്ന് പറയും. ഈ ഡ്രൈ കഫിനൊക്കെ ഈ കരിമ്പ് വെറുതെ ചവച്ച് കടിച്ചിങ്ങനെ ഇറക്കിയാൽ തന്നെ ഈ ചുമയും മാറും, ഈ ശ്വാസം മുട്ടും മാറും. പിന്നെ ഈ കരിമ്പിനൊരു ഗുണം, ഈ രക്തം ശുദ്ധീകരിക്കും. ഈ രക്തത്തിൽ ഈ ഇരുമ്പിൻ്റെ അംശം കൂട്ടും, അതുവഴി ഓജസ്സിനെ കൂട്ടും. പിന്നെ ഈ മൂക്കിലൂടെ ഈ രക്തം വരുന്ന കണ്ടീഷൻ ഈ കരിമ്പിൻ നീര് തേൻ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ ഈ കരിമ്പ് 2 വിധത്തിൽ കാണുന്നുണ്ട്. ഇവിടെ നാടനായിട്ടൊരു കരിമ്പ് വരുന്നത് ഈ നായ്ക്കരിമ്പ് എന്നൊരു സാധനമുണ്ട്. അതിന് ഉപയോഗം നമ്മൾ പുറമെയാണ്. ആ കരിമ്പ് ഇട്ടിട്ട് എണ്ണ കാച്ചി കഴിഞ്ഞാൽ ഈ തലമുടി കറക്കും. അരയ്ക്കണ തലമുടിക്ക് നമ്മൾ ഈ പ്രപുണ്ടരികാരി തൈലത്തിലൊക്കെ ഇതൊക്കെ കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആ മുടി കറക്കാൻ വേണ്ടിയുള്ള തൈല.